ഷാഫി എന്ന പാലം. പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് LDF സ്ഥാനാർത്ഥി അടക്കം പറഞ്ഞുകൊണ്ടിരുന്നൊരു കാര്യം, UDF ഇപ്പോൾ 3 പേരുടെ കൈകളിലാണെന്നായി. ത്രിത്വം, ഷാഫി, PD സതീശൻ, അതുപോലെ രാഹുൽ മാക്കൂട്ടത്തിൽ, ഇങ്ങനെ 3 പേരെ ത്രിത്വമാണ് UDFിലുള്ളത് എന്നൊക്കെ പറഞ്ഞിരുന്നു. അതിലെന്തെങ്കിലും അടിസ്ഥാനം ഉണ്ടോ എന്നുള്ളതാണ് നമ്മുടെ ഒരു ചിന്ത. എന്താണ് ഷാഫിയും PD സതീശനും തമ്മിലുള്ളൊരു ബന്ധം എന്ന് പറയുന്നത്? നമുക്കറിയാം, ഷാഫിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഷാഫി എന്നുള്ളത് ന്യൂനപക്ഷ സ്ഥാനാർത്ഥിയാണ്. അദ്ദേഹം ന്യൂനപക്ഷങ്ങളെ വോട്ടുകൾ വളരെ നല്ല രീതിയിൽ ക്യാൻവാസ് ചെയ്യാൻ പറ്റുന്ന ഒരു നേതാവ് കൂടിയാണ്. അതുകൊണ്ടാണ് അദ്ദേഹം പാലക്കാട് അങ്ങനെ വലിയ രീതിയിൽ ജയിച്ചു വരുന്നത്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, വടകര ജയിക്കാനുള്ള കാരണങ്ങളിലൊന്നും ന്യൂനപക്ഷ വോട്ടുകൾ ബ്ലോക്കായിട്ട്, പ്രത്യേകിച്ച് തലശ്ശേരിയിലും കൂത്തുപറമ്പിലും അടക്കം CPMൻ്റെ ശക്തി കേന്ദ്രങ്ങളിലടക്കം വലിയ രീതിയിൽ CPMൻ്റെ മുസ്ലിം വോട്ടുകൾ ക്യാൻവാസ് ചെയ്യാൻ, ഒരു പരിധിയിൽ കൂടുതൽ ക്യാൻവാസ് ചെയ്യാൻ ഷാഫിക്ക് സാധിച്ചുകൊണ്ടാണ് ശൈലജ ടീച്ചറെ പോലും വളരെ ജനകീയമായ ഒരു സ്ഥാനാർത്ഥി നിന്നിട്ടും LDFൻ്റെ കോർ വോട്ടുകളിൽ വരെ വലിയ രീതിയിൽ വിള്ളൽ വീഴ്ത്താൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് VD സതീശൻ ഷാഫിയെ വല്ലാതെ ആശ്രയിക്കുന്നത് എന്നൊരു ചോദ്യം വളരെ സ്പെസിഫിക്കാണ്. സതീശൻ വന്നത് മുതൽ സതീശൻ ഏറ്റവും നന്നായിട്ട് ബന്ധം പുലർത്തുകയും പൊതുവിൽ സതീശന് ഏറ്റവും അടുപ്പമുണ്ടെന്ന് നമുക്ക് തോന്നുന്ന, അതായത് സതീശന് ചുറ്റും കാണുന്ന ഒരു നേതാക്കളെ നമ്മൾ കാണാറില്ല. പക്ഷേ സതീശൻ ഷാഫിയുമായിട്ടാണ് ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ടിരിക്കുന്നത്. അതിൻ്റെ കാരണമെന്ന് പറയുന്നത്, കേരളത്തിൽ ആര് മുഖ്യമന്ത്രിയാവണം, UDF ജയിച്ചാൽ ആര് മുഖ്യമന്ത്രിയാവണമെന്ന് തീരുമാനിക്കുന്നത് കോൺഗ്രസ് ആണ് എന്ന് നമ്മൾ പറയുമെങ്കിലും, പക്ഷേ അത് ലീഗിൻ്റെ സപ്പോർട്ട് വളരെ പ്രധാനപ്പെട്ടതാണ്. അതിന് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. 2004 ഉമ്മൻചാണ്ടി വരുമ്പോൾ, ആൻ്റണി മാറി ഉമ്മൻചാണ്ടി വരുമ്പോൾ ആൻ്റണി പറഞ്ഞു പോയ കാര്യം, ന്യൂനപക്ഷങ്ങൾ വല്ലാതെ തന്നെ ഉപയോഗിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടാണ് അദ്ദേഹം പോകുന്നത്. പക്ഷെ ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ചിടത്തോളം ലീഗിൻ്റെ വലിയ പിന്തുണ അദ്ദേഹം. അപ്പോൾ എല്ലാ സമയത്തും ലീഗ് പിന്തുണയോടുകൂടി തന്നെയാണ് ലീഗ് UDF തമ്മിൽ വലിയ ബന്ധം. അത് ഒരു പരിധിവരെ UDFൻ്റെ ബന്ധം ഉമ്മൻചാണ്ടിയുമായിട്ട്. അതിനുശേഷം നമ്മൾക്കറിയാം, ഉമ്മൻചാണ്ടി മാറി രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവാകും. യാതൊരുവിധ സപ്പോർട്ടും ലീഗിൽ നിന്ന് ആ രീതിയിൽ കിട്ടിയിട്ടില്ല രമേശ് ചെന്നിത്തലയ്ക്ക്. അതിന് കാരണമുണ്ട്, 5-ാം മന്ത്രി വിവാദം നമുക്ക് ഓർമ്മയുണ്ട്. NSSൻ്റെ പാകിസ്ഥാന വിവാദം, അത് രമേശ് ചെന്നിത്തലയ്ക്ക് വേണ്ടിയായിരുന്നു എന്നത് നമുക്കറിയാം. അപ്പോൾ ആ രീതിയിലൊക്കെ തന്നെ ലീഗിൻ്റെ നേതാക്കളുമായിട്ടൊക്കെ വലിയ ബന്ധം രമേശ് ചെന്നിത്തലയ്ക്കില്ല എന്നതാണ് കാരണം. പിന്നെ അതിൽ അടിവരയിടാവുന്നൊരു കാരണം, രമേശ് ചെന്നിത്തല കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ ഭരണകാലത്ത് നമുക്ക് നോക്കാം, ചെന്നിത്തല ഒരുപാട് വലിയ ആരോപണങ്ങൾ മുന്നോട്ട് കൊണ്ടുവന്നിരുന്നു. പക്ഷേ പ്രതിപക്ഷ നിലയിൽ നിന്ന് ആർക്കും തന്നെ വലിയ സപ്പോർട്ട് കിട്ടിയിട്ടില്ല. പ്രത്യേകിച്ച് ലീഗിൻ്റെ അടുത്തൊന്നും യാതൊരു സപ്പോർട്ടും രമേശ് ചെന്നിത്തല കിട്ടിയിട്ടില്ല. UDFിൽ നിന്ന് തന്നെ കിട്ടിയിട്ടില്ല. കാരണം UDFക്കാർക്ക് ആഗ്രഹമുണ്ടായിരുന്നു 1 വർഷം കൂടി പ്രതിപക്ഷത്തിരുന്നാൽ, അതായത് മുന്നേ നേതാക്കൾ മുഴുവൻ മാറ്റിക്കൊണ്ട് സതീശന് സ്വന്തമായിട്ട് കയറി വരും. നമുക്കറിയാം, 2014 ഉമ്മൻചാണ്ടിയുമായി ബന്ധപ്പെട്ട് വലിയ അഴിമതി ആരോപണങ്ങൾ വരുമ്പോൾ അതിന് മുന്നിൽ നിന്ന് അതിന് ചുക്കാൻ പിടിച്ച നേതാവ് ശരിക്കും VD സതീശനാണ്. അതായത് UDFിന് വലിയ തലവേദന ഉണ്ടാക്കിയ നേതാവ് VD സതീശനാണ്. അദ്ദേഹത്തിൻ്റെ തീവെട്ടിക്കൊള്ളയും കടും വെട്ട് പോലെ പ്രയോഗങ്ങളാണ് ശരിക്കും LDF വളരെ വലിയ രീതിയിൽ പ്രചരണായുധമാക്കുന്നത്. അപ്പം അങ്ങനെയൊക്കെ നോക്കിയാൽ VD സതീശൻ മുന്നോട്ട് വരാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത്, രമേശ് ചെന്നിത്തലയ്ക്ക് വലിയ സപ്പോർട്ട് കൊടുക്കാതിരിക്കുകയും ആ തെരഞ്ഞെടുപ്പിൽ തോക്കുകയും ചെയ്താൽ, പ്രത്യേകിച്ച് രമേശ് ചെന്നിത്തല ആവട്ടെ ലീഗിൻ്റെ അടുത്ത് വലിയ രീതിയിൽ സപ്പോർട്ടും ഇല്ല. അപ്പോൾ ലീഗിൻ്റെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ കേരള കോൺഗ്രസ്സിൽ ഒരു മുഖ്യമന്ത്രിയാവാൻ സാധിക്കൂ. അത് VD സതീശന് നന്നായിട്ടറിയാം. അപ്പോൾ VD സതീശൻ എന്ന നേതാവിൻ്റെ ബാക്കിൽ നിൽക്കുന്ന നേതാവ് ഷാഫിയെ തന്നോടൊപ്പം കൂട്ടിയാൽ ലീഗിൻ്റെ ഒരു വലിയ വിഭാഗത്തെ സന്തോഷിപ്പിക്കാൻ സാധിക്കും എന്ന് സതീശന് നന്നായിട്ടറിയാം. അതിൻ്റെ ഭാഗമായിട്ടാണ് VD സതീശൻ ഷാഫിയെ കൊണ്ട് മുന്നിൽ നിർത്തിയിട്ടാണ് പല കാര്യങ്ങളും അത് ഒന്നിച്ച് നിർത്തിയാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഷാഫിക്ക് വലിയ സ്പേസ് കൊടുക്കുമ്പോൾ VD സതീശൻ സ്പേസ് ഉണ്ടാക്കുകയാണ്, തൻ്റെ മുഖ്യമന്ത്രി പദത്തിന് കുപ്പായം മുന്നോട്ട് കൂടി ചെയ്യുകയാണ്. കാരണം ഷാഫി ഒന്നിച്ച് നിന്നാൽ ഉറപ്പായിട്ടും ലീഗ് VD സതീശനെ ഒന്നിച്ച് വളരെ ശക്തമായി നിൽക്കും എന്നുള്ളതറിയാം. അപ്പോൾ KPCC പ്രസിഡന്റിനെ വളരെ വലിയ രീതിയിൽ സൈഡാക്കാൻ സാധിക്കുന്നതിൻ്റെ കാരണം, KPCC പ്രസിഡന്റിന് കിട്ടുന്നതിനേക്കാൾ ലീഗിൻ്റെ സപ്പോർട്ട് VD സതീശന് കിട്ടുന്നുണ്ട്. VD സതീശൻ, ലീഗ്, ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന നേതാവ് VD സതീശനും ലീഗിനും ഇടയിൽ ഒരു നല്ല പാലമായി പ്രവർത്തിക്കുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതിനുള്ള തെളിവ് നമുക്കറിയാം. നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ആരാണ് പ്രതിപക്ഷ നേതാവേണ്ടത് എന്ന ചോദ്യം ഉണ്ടായിരുന്നു. ആ സമയത്ത് രമേശ് ചെന്നിത്തലയ്ക്കാണ് ബഹുഭൂരിപക്ഷം, 3 പേര് മാത്രമാണ് സതീശൻ്റെ പേര് പറഞ്ഞത്. ബാക്കി എല്ലാം രമേശ് ചെന്നിത്തലയുടെ ഒപ്പമായിരുന്നു. പക്ഷെ സംഭവിച്ചത്, അവരുടെ മറ്റ് കക്ഷികളുമായിട്ട് ഉള്ള ചർച്ചയിൽ, കോൺഗ്രസ് ഇതര ഘടകകക്ഷികളുമായിട്ടുള്ള ചർച്ചയിൽ സതീശൻ വേണമെന്നും ചെന്നിത്തലയെ മാറ്റണമെന്നും
വന്നു എന്നാണ് പറയുന്നത്. അതിൻ്റെ പ്രധാന കാരണം ലീഗ് സതീശനെ മാറ്റുമെന്ന് വളരെ ശക്തമായി പറയുകയും അതിൻ്റെ ഭാഗമായിട്ടാണ് ചെന്നിത്തല മാറ്റുമെന്ന് പറയുകയും സതീശൻ പ്രതിപക്ഷ നേതാവ് വരികയും ചെയ്യും. അപ്പോൾ നമുക്കറിയാം ഇത് ലീഗിൻ്റെ കൂടി നീക്കത്തിൻ്റെ ഭാഗമായിട്ടാണ് സതീശൻ വരുന്നത്. അപ്പോൾ ഇത് ലീഗ് എന്ന് പറയുന്നത് സതീശൻ എന്ന് പറയുന്നതിനിടയിൽ ലീഗിൻ്റെയും സതീശൻ്റെ ഇടയിൽ വലിയ പാലമായി പ്രവർത്തിക്കുന്ന നേതാവാണ് ഷാഫി. അതുകൊണ്ട് തന്നെ ഷാഫി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കൂടി സാധ്യതയുണ്ട്. ചിലപ്പോൾ വലിയ രീതിയിൽ സ്വാധീനം ചെലുത്താൻ അദ്ദേഹത്തിന് സാധിക്കും. അദ്ദേഹത്തിൻ്റെ നോമിനികൾ ഉറപ്പായും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ സതീശനും ഷാഫിക്കും ചുറ്റും ഒരു ബന്ധം ഉണ്ടാക്കുന്നതിൻ്റെ കാരണങ്ങളിലൊന്ന് സതീശൻ എളുപ്പത്തിൽ ലീഗുമായി ബന്ധപ്പെടാമെന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഷാഫി ഒരു പാലമാണ് നമ്മൾ പറയുന്നത്.